ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ നാട്ടുകാരൻ വ്ളോഗ്സ്. എന്തെല്ലാം സുഖമല്ലേ? അപ്പോൾ ഇന്ന് കണ്ട നമ്മുടെ T500 റിയൽമി, ഞാൻ ഇതിൻ്റെ ഒരു അൺബോക്സിങ് പ്ലസ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് 2 മാസമായി. ആൻഡ് ഇതിന് കുറേ നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. സോ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ നിങ്ങൾക്ക് വളരെ ഷെയർ ചെയ്യാനാണ്. വലിയ ലെങ്തി വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല, എബൌട്ട് 5 or 6 minutes. അതിനുള്ളിൽ ഞാൻ വൈൻഡപ്പ് ചെയ്തേക്കാം. സോ പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മെറിറ്റ്സിൽ നിന്ന് തുടങ്ങാം. ഞാനിതെടുത്തതിൻ്റെ മെയിൻ ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 3 ഡിവൈസ് കണക്ട് ചെയ്യാം എന്നുള്ള ഒരൊറ്റ അഡ്വാൻറ്റേജിലാണ് ഞാൻ ഇതെടുത്തത്. ബിക്കോസ് എൻ്റെ മെയിൻ ഫോൺ, ബിസിനസ്, അതുപോലെ തന്നെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്, അങ്ങനെ മൊത്തം 3 ഫോണുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇതായിട്ട് നോക്കുമ്പോൾ എനിക്കിത് വലിയൊരു ആശ്വാസകരം. ഐ ഡോണ്ട് ഹാവ് ടു സ്വിച്ച് ഓവർ, അതായത് ഓരോന്നിനും മറ്റേലോട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ മാറ്റി കളിക്കേണ്ട ആവശ്യമില്ല. അറ്റ് എ ടൈം 3ഉം പെർഫെക്റ്റ് കണക്ഷനാണ്. ആൻഡ് 3ലും എനിക്ക് ഓഡിയോ ലീക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ടിവിറ്റി ഇഷ്യൂസോ ഉണ്ടായിട്ടില്ല. ദാറ്റ്സ് എ മേജർ അഡ്വാൻറ്റേജ്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് OnePlusഉം അതുപോലെ തന്നെ ബോട്ടിൻ്റെ ഒക്കെ ഹെഡ്ഫോൺസും യൂസ് ചെയ്തിട്ടുണ്ട്. സോ അസൈഡ് ഫ്രം ദാറ്റ്, അതായത് അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വോയിസ്. എനിക്ക് ഇതിൻ്റെ ഓഡിയോ പ്രൊഫൈൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമുക്കതിൻ്റെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാനായിട്ട് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. എനിക്ക് OnePlusൽ കിട്ടാത്തൊരു സാധനം അത് തന്നെയായിരുന്നു. കസ്റ്റമൈസ് ചെയ്യാൻ എനിക്ക് ഓഡിയോ കിട്ടിയിട്ടില്ല. അപ്പം ഇതിനകത്ത് കിട്ടിയൊരു കസ്റ്റമൈസേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ആൻഡ് ദി ഓഡിയോ എക്സ്പീരിയൻസ് ഇസ് അമേസിങ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ പറയാനാണെങ്കിൽ ഇതിനകത്ത് LDAC സപ്പോർട്ടഡ് ആയിട്ടുണ്ട്. LDAC മീൻസ് നമുക്ക് 5.0 ഓഡിയോ കണക്ഷൻ. അത് ടെക്നിക്കലി പറയാനാണ് എനിക്ക് പറ്റിയത്, കാരണം എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. LDAC സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഡിയോയുടെ ഒറിജിനൽ ഫയൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് അതെല്ലാം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ് LDAC എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ, അത് ഞാൻ അത് നെഗറ്റീവ്സ് ആണ്, ഞാൻ പറഞ്ഞു തരാം. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ടച്ച് സെൻസിറ്റിവിറ്റി, അൺവാണ്ടഡ് ടച്ചസ് ഒന്നും ഇല്ല. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സെൻറ്റർ പോയിന്റിൽ, അതായത് ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പോയിന്റിൽ നമ്മൾ ടച്ച് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ടച്ച് നമുക്ക് രജിസ്റ്റർ ആവത്തുള്ളൂ. സോ എനിക്ക് അൺവാണ്ടഡ് ടച്ചസിൻ്റെ ഇത് അധികം വന്നിട്ടില്ല. ആൻഡ് ദാറ്റ്സ് ഓൾ. പിന്നെ എനിക്ക് കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ പ്ലസ് പോയിന്റ്. കാരണം ഈ ഒരു ലെതർ ഫിനിഷിങ്, അതായത് ഈ ഒരു ലെതർ ഫിനിഷിങ്ങും അതുപോലെ ഈ ഒരു കളർ സ്കീമും എല്ലാം നല്ലൊരു കളർ സ്കീമാണ്. ആൻഡ് ഹിഞ്ചസ് വെരി ഗുഡ്, അതായത് മെറ്റൽ ഹിഞ്ചസ് ആണ് ഇതിനകത്തുള്ളത്, മെറ്റൽ ഹിഞ്ചസ്. സോ എത്ര ചെയ്താലും ഒരു പ്രോബ്ലം ഇല്ല. ആൻഡ് ദാറ്റ്സ് എ ബിഗ് അഡ്വാൻറ്റേജ്. പിന്നെ ബാറ്ററി ലൈഫ് എനിക്ക് ഇതുവരെ ചാർജിങ്ങിൻ്റെ ഒരു കൺസേൺ ഉണ്ടായിട്ടില്ല. ഞാൻ ത്രൂ ഔട്ട് 48 hours കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഫോർ അപ് ടു 2 or 3 days എനിക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. സോ ദാറ്റ്സ് ഓൾസോ എ വെരി ബിഗ് പ്ലസ് പോയിന്റ്. പ്രത്യേകിച്ച് ട്രാവലൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ബസ്സിലാണെങ്കിലും എവിടെ ആണെങ്കിലും ട്രാവൽ ചെയ്യാൻ ഇതിൻ്റെ ഒരു സിംഗിൾ ചാർജ് മതിയോ. ആൻഡ് കമ്മിങ് ടു ദ നെഗറ്റീവ്സ് പറയാനായിട്ട് ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. ബട്ട് അറ്റ് ദ സർട്ടൺ പ്രൈസ് പോയിന്റ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഇഗ്നോറബിൾ, അതായത് മാനേജബിൾ ആയിട്ടുള്ളൊരു നെഗറ്റീവ്സ് ആണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നോയിസ് ക്യാൻസലേഷൻ. നമ്മൾ ഇതിൻ്റെ ആപ്പുണ്ട്, റിയൽമി ലിങ്കിൻ്റെ ആപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് 4 ലെവൽസ് ഓഫ് നോയിസ് ക്യാൻസലേഷൻ അതിനകത്ത് വരുന്നത്: ലോ, മീഡിയം, ഹൈ, സ്മാർട്ട്. അപ്പം ഞാൻ ഒരു 1.5 monthോളം സ്മാർട്ടിലിട്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് നമുക്ക് നമ്മുടെ സറൗണ്ടിങ് നോയ്സിനനുസരിച്ച് ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ അഡാപ്റ്റീവായിട്ട് അവരത് പ്രിഫർ ചെയ്തിട്ട് വരും. അതിൽ ഞാൻ സാറ്റിസ്ഫാക്ടറി അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല സർട്ടൺ നോയ്സസ്, ഇപ്പം ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, അല്ലാതെ പലയിടത്തും ട്രാവൽ ചെയ്യുമ്പോഴും പലയിടത്തിരിക്കുമ്പോഴും ചില അൺവാണ്ടഡ് നോയ്സുകൾ, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അൺവാണ്ടഡ് നോയ്സുകൾ ഇത് അത്ര എഫിഷ്യൻ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ അത് എന്താ പറയുക, ആ ഒരു ആക്യുറസി എനിക്ക് കിട്ടാത്തത് കൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ അതിൻ്റെ ആപ്പിൽ കയറി അത് മാക്സിലിട്ട്, ലൈക്ക് സ്മാർട്ടിൽ നിന്ന് മാക്സിലോട്ട് ഇട്ടപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം വേണ്ടതെല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്ത് കിട്ടി. പക്ഷേ ആ ഒരു ഓട്ടോ സ്മാർട്ട് ഫീച്ചർ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ബാഡ് ഫോർ മീ.
ദെൻ രണ്ടാമത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇയർ ടിപ്സ് നമ്മൾ ആദ്യം ഞാൻ ഇതിനകത്ത് കിട്ടിയ ഇയർ ടിപ്സ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ദി മീഡിയം വൺ. അത് എനിക്ക് ചില നോയ്സ് ലീക്കേജുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ആദ്യം കിട്ടിയ സമയത്ത് കറക്റ്റ് പെർഫെക്റ്റ് സീലായിരുന്നു, പെർഫെക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക, മൊത്തത്തിൽ ചെവി അടഞ്ഞിരുന്ന് നമുക്ക് ഫുൾ വോയിസ് നോയ്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വോയിസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ചെറിയ നോയ്സ് ലീക്കേജുകൾ വരാൻ തുടങ്ങി, ഫിറ്റിൽ ചെറിയ ലൂസ് ഉണ്ടാകാൻ തുടങ്ങി. എന്തോ സിലിക്കൺ ടിപ്സ് ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം, ബട്ട് ചെറിയൊരു ഡിസ്കംഫർട്ടബിൾ, അത് ഇഗ്നോറബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ നിപ്പിക്കുകയാണ്. അതായത് ഇങ്ങനെ കുത്തി എടുക്കുന്ന എനിക്ക് കിട്ടിയ ചെറിയ ബാഡ് എക്സ്പീരിയൻസുകളാണ് ഞാനത് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, ഇറ്റ്സ് മൈ ഓൺ ഒപ്പീനിയൻ. സോ ആ ഒരു ഇഷ്യൂ ഇതിനകത്തുണ്ടായിരുന്നു. ദെൻ പറയുകയാണെങ്കിൽ ഇതിനകത്ത് വേറൊരു പ്രശ്നം എനിക്ക് കിട്ടിയെന്നുള്ളത് ഇതിൻ്റെ ഫാക്ടറി റീസെറ്റിങ്ങിനായിട്ടുള്ള ഒരു ഫീച്ചർ. ബിക്കോസ് ഇത് ശരിക്കും പറഞ്ഞാൽ ബട്ടണില്ല, ഇതിൻ്റെ ഇതിനകത്ത് നമുക്ക് ബട്ടണില്ല. അതായത് ഇത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ലൈറ്റ്, ബാക്കിൽ ചാർജിങ്, ഇതിനകത്ത് ടച്ചിൻ്റെ 2 ബട്ട്സ്, ഇതിത്രയേ ഉള്ളൂ. ഇതിൽ ബട്ടൺ എന്ന് പറയുന്ന സാധനമില്ല. അപ്പോൾ ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് അന്വേഷിച്ചപ്പം ഒരു ആർട്ടിക്കിളിൽ കിടന്നിരുന്ന ഇതിനകത്ത് തന്നെ കേസിനകത്ത് വെച്ചിട്ട് തന്നെ എന്താ 2 ബട്ട്സും ഞെക്കി പിടിക്കുക, അന്നേരം ഫാക്ടറി റീസെറ്റ് ആവുന്നൊക്കെ ലൈക്ക് 2-3 ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഇത് പറ്റിയില്ല, എനിക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ പറ്റിയില്ല. ദെൻ അറ്റ് ദി എൻഡ് കുറേ വീഡിയോകൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് എനിക്ക് ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടിയത്. അതായത് ഒരു ബഡ് ചെവി വെക്കുകയും ഒരു ബഡ് കയ്യിലെടുക്കുക. അതായത് നമ്മൾ കേസിനകത്ത് ബഡ് വെക്കരുത്. അപ്പോൾ ഇത് 2 എടുത്ത് ഒരെണ്ണം ചെവി വെക്കുക, ഒരെണ്ണം കൈ പിടിക്കുകയും ചെയ്തിട്ട് 2-നകത്തും നമ്മുടെ ടച്ചിൻ്റെ ആ പോർഷൻ ഒരു 15 സെക്കൻഡ്സ് ഞെക്കി പിടിക്കണം. 15 സെക്കൻഡ്സ് ടച്ച് ചെയ്ത് പിടിക്കുമ്പോഴാണ് ഇതിന് ഫാക്ടറി റീസെറ്റ് ഉണ്ടാകുന്നത്. സോ എനിക്കറിയില്ലായിരുന്നു. സോ ഇഫ് യു ഗൈസ് ആർ വാച്ചിങ്, നിങ്ങൾക്കും ഈ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. അത് എനിക്ക് അത്യാവശ്യം വലിയൊരു ഇഷ്യൂ. കാരണം ഞാനൊരു 3 ഡിവൈസ് കണക്ട് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ലാപ്പിലോട്ട് എവിടെയെങ്കിലും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ. കാരണം ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് അൺലിങ്ക് ചെയ്തിട്ടാണ് അടുത്തതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പ്യൂർലി റീസെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് പറഞ്ഞു വരുമ്പം ഇതിനിപ്പം ഈ 2 ഡേയ്സ് ബിഫോർ എനിക്കൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. ബട്ട് സോ ഫാർ മൈ ബേസിക് നീഡ്സ് ആർ സാറ്റിസ്ഫാക്ടറി. അതായത് കുഴപ്പമില്ലാതാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ആൻഡ് ഫോർ ദ പ്രൈസ് പോയിന്റ് ഈസ് വർത്ത് ഇറ്റ്. സാധനം കിടിക്കാച്ചിയാണ്. 2 മാസം ഉപയോഗിച്ചതിൽ എനിക്ക് വേറെ ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. ആൻഡ് ഡ്യൂറബിലിറ്റി ഉണ്ട്. ബട്ട്സ് ആണ്, കയ്യിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവും. ഓക്കെ, അപ്പം അതും ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സോ ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. ഹോപ്പ് യു ഗൈസ് find it helpful and do subscribe and follow my channel. Thank you.